ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. നിറയെ പൂക്കളും മരങ്ങളുമുള്ള മുറ്റം നിറയെ മണൽ വിരിച്ച കാർത്തികയുടെ വീടിന് നേർക്ക് നടക്കുമ്പോൾ ഗംഗാധര മേനോൻ ചുറ്റുമൊന്ന് നിരീക്ഷിച്ചു. ഇല്ല, സമീപത്തൊന്നും തന്നെ വേറെ വീടുകളോ ആളുകളോ ഇല്ല. തന്റെ നല്ല സമയം. അയാൾ ഉള്ളിൽ ചിരിച്ചു. ഒരു പക്ഷെ തന്നെ കണ്ട അമ്പരപ്പിലോ തന്റെ വരവിന്റെ പിന്നിലെ കാരണം അറിയുമ്പോഴോ അവൾ ശബ്ദമുണ്ടാക്കിയാൽ ഒരാൾ പോലും കേൾക്കില്ല. അത്രയും നിശബ്ദമാണെങ്ങും. കോളിംഗ് ബെല്ലിൽ കൈയമർത്തി കാത്തു നിൽക്കുമ്പോൾ തന്റെ കണ്ണിലെരിയുന്ന കാമജ്വാല വളരെ വിദഗ്ധമായി മറച്ചു പിടിച്ചുകൊണ്ട് അയാൾ ഒരു പുഞ്ചിരി കണ്ണിൽ ഒളിപ്പിച്ചു. വാതിലിന്റെ കുറ്റി എടുക്കുന്നതും തന്നെ കണ്ട കാർത്തിക സ്തംഭിച്ചു നിൽക്കുന്നതും ഒരു തമാശയോടെ നോക്കി നിന്ന ഗംഗാധര മേനോൻ അവളുടെ അനുവാദം കാത്തു നിൽക്കാതെ വീടിനകത്തേക്ക് കയറി സോഫയിൽ ഇരുന്നു കൊണ്ട് കാർത്തികയെ നോക്കിയപ്പോഴും അവൾ ആ സ്തംഭനാവസ്ഥയിൽ തന്നെയാണ്. കാർത്തികയെ! ഗംഗാധര മേനോന്റെ വിളിയൊച്ച കേട്ട കാർത്തിക ഞെട്ടി എണ്ണവണ്ണം അയാളെ വിശ്വാസം വരാതെ പിന്നെയും പിന്നെയും നോക്കി. സാറെങ്ങനെ ഇവിടെ? വിറയാർന്ന ശബ്ദത്തിൽ അത് ചോദിക്കുമ്പോൾ അവളുടെ അമ്പരപ്പ് പേടിയായി മാറിയിരുന്നു. കാർത്തിക ക്ഷണിച്ചതും അണിഞ്ഞൊരുങ്ങി കാത്തുനിന്നതും എന്റെ മകൻ രാഹുലിനെ അല്ലേ? ഒരു ചിരിയോടെ അത് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ആർത്തിയോടെ കാർത്തികയുടെ ശരീരത്തിലൂടെ അരിച്ചിറങ്ങി. കുളി കഴിഞ്ഞ് അടിച്ചിട്ടിരിക്കുന്ന നനഞ്ഞ മുടിയുടെ നനവ് തട്ടി ശരീരത്തിലേക്ക് കൂടുതൽ ചേർന്നു പോയ ചുരിദാറിലൂടെ അയാളുടെ കണ്ണുകൾ സഞ്ചരിക്കവേ താൻ നഗ്നയാണെന്ന തോന്നലിൽ കാർത്തിക ഉരുകി. അവളുടെ ശരീരത്തിലൂടെ ആർത്തിയോടെ പായുന്ന മിഴികളെ നിയന്ത്രിച്ച് അയാൾ അവളെ നോക്കി. നീ ഇങ്ങനെ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കുട്ടി. രാഹുൽ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്, അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണാൻ. ഗംഗാധര മേനോന്റെ വാക്കുകൾ കാർത്തികയിൽ അമ്പരപ്പ് വർദ്ധിപ്പിച്ചപ്പോൾ അയാൾ മെല്ലെ എഴുന്നേറ്റ് പോയി വാതിലടച്ച് കുറ്റിയിട്ട് അവളെ നോക്കി. അയാളുടെ കണ്ണിൽ അപ്പോൾ കണ്ട കാമാഗ്നി കാർത്തികയുടെ ശരീരത്തിലൊരു വിറയലായി മാറി. ഞാൻ പറഞ്ഞത് സത്യമാണടി. എന്റെ മകന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ. അവന് ഞാൻ ഇന്നേ വരെ വാങ്ങി നൽകിയിരുന്നതെല്ലാം ഏറ്റവും നല്ല വസ്തുക്കളായിരുന്നു. ഗുണം കൊണ്ടും ഉപയോഗം കൊണ്ടും ഏറ്റവും നല്ലത്. ഇപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ അവൻ കണ്ടുപിടിച്ചുവെങ്കിലും അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് അവന്റെ അച്ഛനായ എന്റെ കടമയല്ലേ? അതാണ് ഞാൻ വന്നത്. സാർ, ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. പുല്ലേ, നാടകം കളിക്കുന്നോടി നീ. വലിയ കൊമ്പത്തേക്ക് നോട്ടം വെച്ച് നീ മൊബൈൽ ഫോണിലൂടെ ചാറ്റ് ചെയ്തില്ലേ രാഹുലിനോട്? അത് ഈ ഞാനായിരുന്നു. കടയിൽ ആദ്യം നീ വന്നപ്പോൾ തന്നെ നിന്നെ നോക്കി വെച്ചതാണ് ഞാൻ. ഇതൊന്നും രാഹുൽ അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ നിനക്ക്? ഗംഗാധര മേനോന്റെ ശബ്ദം ഒരു കൊടുങ്കാറ്റായി ചെവിയിലടിക്കവേ കാർത്തിക ആ അടഞ്ഞ വാതിലിനുള്ളിൽ പ്രജ്ഞ നഷ്ടപ്പെട്ടവളെ പോലെ നിന്നു. അവളുടെ കവിളുകളെ നനച്ചുകൊണ്ട് ഇരു കണ്ണുകളിൽ നിന്നും ധാരയായി കണ്ണുനീരൊഴുകി. എന്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് നിന്നാൽ നിനക്ക് കൊള്ളാം. ഞാൻ വന്നത് എന്തിനോ അത് പൂർത്തിയാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. അനുസരിച്ചാൽ നിനക്ക് ആയുസ് ബാക്കി കിട്ടും, ഇല്ലെങ്കിൽ നിനക്കറിയില്ല എന്നെ. ഇതൊന്നും എനിക്ക് പുത്തരിയല്ല, മനസ്സിലായോടി? ചോദിച്ചുകൊണ്ട് അയാൾ കാർത്തികയെ വട്ടം പിടിച്ച് നെഞ്ചോട് ചേർത്തു. അവൾ എതിർക്കാതെ അയാളോട് ചേർന്നു നിന്നപ്പോൾ അയാളുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. മിടുക്കി, ബുദ്ധിയുണ്ട് നിനക്കപ്പോൾ അല്ലേടി? തീർച്ചയായും സാർ, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം ഞാൻ ജീവിതം പഠിച്ചത് അവിടെ നിന്നാണ്. കാർത്തികയുടെ പേടിയില്ലാത്ത സംസാരം കേട്ട് അമ്പരന്നു പോയ ഗംഗാധര മേനോൻ അവൾ വിരൽ ചൂണ്ടിയിടത്തേക്ക് തിരിഞ്ഞു നോക്കി. ഒരു മിന്നൽ പിണർ ശരീരത്തിലൂടെ പാഞ്ഞു പോയതുപോലെ അയാളൊന്ന് വിറച്ചു. അവിടെ വാതിൽ പടിയിൽ ചാരി കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഗീത നിന്നിരുന്നു. അവളുടെ അരികിലായി രാഹുലും. പെയ്യുന്ന മിഴിയിലെ എരിയുന്ന തീജ്വാലകളോടെ ഗീത ഗംഗാധര മേനോനെ തുറച്ചു നോക്കവേ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന കാർത്തികയെ അയാൾ സ്വതന്ത്രയാക്കി. തളർച്ച ബാധിച്ചവനെ പോലെ അയാൾ നിലത്തെ കൂർന്നിരിക്കവേ ഗീത അയാളുടെ മുൻപിലേക്കെത്തി. തീരെ പ്രതീക്ഷിച്ചില്ല എന്നെയും നമ്മുടെ മോനെയും ഇവിടെ, അല്ലേ? ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇവിടെ നിങ്ങളെ. എന്റെ മകന്റെ പേരിലും ഫോട്ടോയിലും ഒരാൾ ഇവളെ കബളിപ്പിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അത് ആരാണെന്നറിഞ്ഞ് അവനെ പോലീസിൽ ഏൽപ്പിക്കാനാ ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷെ അത് നിങ്ങൾ തന്നെ ആവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. സർവഗുണ സമ്പന്നനായി പുറമേ നടിക്കുമ്പോഴും ഉള്ളിൽ പിശാചിനെ ചുമക്കുന്ന ദുഷ്ടൻ. സ്വന്തം മകന്റെ പേരും രൂപവും കടം കൊണ്ട് നാട്ടിലെ പെൺകുട്ടികളെ പിഴപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കാമപിശാച്. ഗീതയിൽ നിന്ന് ഓരോ വാക്കുകൾ തെറിച്ചു വീഴുമ്പോഴും മുഖമുയർത്താൻ സാധിക്കാതെ ഭാര്യയെയോ മകനെയോ നോക്കാൻ കഴിയാതെ അയാൾ ശിരസ് കൂടുതൽ താഴ്ത്തി പിടിച്ചു. ഈ കാർത്തിക, ഇവൾ നമ്മുടെ കടയിലെത്താൻ തന്നെ കാരണം രാഹുലാണ്, അറിയുമോ നിങ്ങൾക്ക്? ഗീതയുടെ ചോദ്യം കേട്ട ഗംഗാധര മേനോൻ ഒരു നിമിഷം രാഹുലിനെ നോക്കിയെങ്കിലും അവന്റെ കണ്ണിലെരിയുന്ന അഗ്നിയെയും പുകയുന്ന രോക്ഷത്തെയും നേരിടാനാവാതെ മിഴികൾ താഴ്ത്തി. ഇന്നേ വരെ തന്റെ ഒരു നോട്ടത്തിനപ്പുറത്തേക്ക് പോവാതിരുന്നവർ ഇന്നിതാ
ഗംഗാധരമേനോൻ അപമാന ചൂളയിലെരിയവേ ഗീത തുടർന്നു. രാഹുലിന്റെ കൂട്ടുകാരനായ ഗോപിയുടെ അനിയത്തിയാണിവൾ. അവന് പെട്ടെന്നൊരു അസുഖം വന്നു കുടുംബം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ സഹായമാവുമല്ലോ എന്ന് കരുതിയാണ് ഇവളെ നമ്മുടെ കടയിലെ ജോലിക്കാരിയാക്കിയത്. കാരണം ഈ കുടുംബത്തിന്റെ ആശ്രയം ഗോപിയാണ്. അവന്റെ തളർച്ചയിൽ ഒരു സഹായം, വിശ്വസിച്ച് അവളെ നിർത്താൻ ഒരിടം. അതായിരുന്നു നമ്മുടെ കട. പക്ഷേ പക്ഷെ നിങ്ങൾ, രാഹുലിന്റെ ഫോട്ടോ നിങ്ങൾ ഇവൾക്ക് അയച്ച അതേ സമയം തന്നെ അവൾ ആ വിവരം ഗോപിയോട് പറഞ്ഞിരുന്നു. ഗോപി രാഹുലിനോടും. എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അന്നു മുതലുള്ള ഞങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമാണ് നിങ്ങൾ ഇന്നിവിടെ വന്നത്. പക്ഷെ നിങ്ങൾ ഈ വീടിന്റെ പടി കയറപ്പോൾ തകർന്നു പോയത് ഞാനല്ല, നമ്മുടെ മകനാണ്. നിങ്ങളുടെ പ്രവൃത്തി ഓർത്ത്. മകന്റെ പേരിൽ പെണ്ണു പിടിക്കുന്ന ഒരു അച്ഛന്റെ മോനായില്ലേ അവൻ. ഒരു പൊട്ടിക്കരച്ചിലോടെ ഗീത രാഹുലിനെ കെട്ടിപ്പിടിക്കവേ എന്തോ പറയാൻ ശ്രമിച്ച ഗംഗാധരമേനോൻ അത് പറയാതെ ബോധരഹിതനായി നിലം പതിച്ചു. ഐസിയുവിന് മുന്നിൽ കാത്തു നിൽക്കവേ ഗീതയുടെ മുഖത്ത് യാതൊരുവിധ വിഷമമോ സങ്കടമോ അവശേഷിച്ചിരുന്നില്ല. പകരം ശാന്തതയായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിൽ അയാൾ നിലം പതിക്കവേ ഒരിക്കലും എണ്ണിക്കാൻ പറ്റാത്ത ഒരു വീഴ്ചയായത് മാറിയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും അവരുടെ മുഖത്ത് ആ ശാന്തത മാത്രമായിരുന്നു. എഴുന്നേൽക്കാനും സംസാരിക്കാനും കഴിയില്ലെങ്കിലും ആ ശരീരത്തിൽ ജീവന്റെ അംശം ബാക്കിയുണ്ടല്ലോ എന്ന് അമ്മ പറയുന്നത് രാഹുൽ കേട്ടു നിന്നത് അമ്പരപ്പോടെയായിരുന്നു. ചെയ്ത തെറ്റുകൾ ഓർമ്മിക്കാൻ, പശ്ചാത്തപിക്കാൻ ജീവൻ വേണ്ടേടാ മോനെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ രാഹുൽ അറിഞ്ഞില്ല അമ്മയുടെ മനസ്സിൽ എന്തെന്ന്. നാളുകൾക്ക് ശേഷം ഒരു ദിവസം വീൽ ചെയറിലിരിക്കുന്ന ഗംഗാധരമേനോനരികിലേക്ക് അയാൾക്കുള്ള കഞ്ഞിയുമായി കാർത്തിക നടന്നു ചെന്നപ്പോൾ അവളെ നേരിടാൻ കഴിയാതെ മുഖം കുനിച്ചിരുന്ന ഗംഗാധരമേനോന്റെ കണ്ണുകൾ പെയ്തൊഴിയുകയായിരുന്നു. കാരണം കാർത്തികയുടെ നെറ്റിയിലെ സിന്ദൂരത്തിനും കഴുത്തിലെ താലിക്കും അപ്പോൾ അവകാശി രാഹുലായിരുന്നു. അച്ഛൻ കാമക്കണ്ണുകളോടെ കണ്ടവളെ താലി കെട്ടി ഭാര്യയാക്കി അച്ഛന്റെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു രാഹുലും ഗീതയും തങ്ങളുടെ ദേഷ്യം അയാളുടെ മുന്നിൽ തീർത്തത്. ഓരോ നിമിഷവും കാർത്തികയെ കാണുമ്പോഴും നീറണം ആ മനസ്സ്, ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഓർത്തെന്ന ഉറച്ച ചിന്തയോടെ.